തൃശ്ശൂർ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം, സങ്കടപ്പൂരം, 14 മരണം. 4 നിരപരാധികളായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ട്രഡീഷണലായിട്ട് പടക്കം മാനുവലായിട്ട് നിർമ്മിക്കുന്ന പാവങ്ങൾ, അവർ പടക്കം നിർമ്മിക്കുന്നത് ഞാൻ ഇക്കൊല്ലാണ് ഈ ടി വിക്കാർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെയാണ് പാവം തോന്നുന്നവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നൊരു എഫേർട്ട് അതൊക്കെ എന്നേ നിർത്തേണ്ട കാലം. ഇന്നിപ്പോൾ റിമോട്ടിൽ പടക്കം പൊട്ടുന്ന കാലം. ദുബായിലൊക്കെ ബുർജ് ഖലീഫ മൊത്തം കത്തണമാതിരി തോന്നും. അപ്പോൾ അത്രയും നമുക്ക് ഒരു മുടിനാരര പോലും അപകടം പറ്റാത്ത രീതിയിൽ പടക്കം പൊട്ടിക്കാൻ വർണ്ണാഭത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഇനി ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇങ്ങനത്തെ അപകടങ്ങൾ ഇനി ഉണ്ടാക്കല്ലേ പ്ലീസ്. എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് മരിച്ചു, അവൻ്റെ പേരൊന്നും പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പാവം പയ്യനാണ്, അവനിതിൽ ഒരാളുമല്ല, ജസ്റ്റ് കാണാൻ പോയതാണ്. അവൻ്റെ ചേട്ടനെ ഒരുമിച്ച് പോയി. അവൻ്റെ ചേട്ടൻ ചായ കുടിക്കാൻ പോയ സമയത്ത് അവൻ കൂടെ പോയില്ലേ പാവം. ഞാൻ പറയുന്നില്ല ആരാന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇന്നലെ തൊട്ട് ഞാനിത് അറിഞ്ഞതിന് ശേഷം ഭയങ്കര സങ്കടം. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാറ്റം അനിവാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാവരും അടിമുടി മാറണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർണ്ണത്തിനും മേളത്തിനും കൊഴുപ്പ് കൂട്ടിക്കൊണ്ട് നമ്മളുടെ ഈ പൂരത്തിൻ്റെ സ്റ്റൈൽ തന്നെ മാറ്റണം. ഇങ്ങനെ നിരപരാധിയായിട്ടുള്ള ഈ ആൾക്കാർ മരണത്തിന് കാരണമാകുന്ന ഈ സാധനം എടുത്തു കളയേണ്ട കാലം കഴിഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായം പറയാൻ തന്നെ, നിങ്ങൾ പൊങ്കാലിടല്ലേ. കാരണം വെച്ചാൽ ഓരോ വീട്ടിൽ നിന്ന് ഒരാളെ എണ്ണം കുറയുമ്പോൾ അവർക്കാണ് അതിൻ്റെ വിഷമം, ദുഃഖം. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ സുഹൃത്തെന്ന് പറഞ്ഞാൽ പാവം പയ്യൻ, അവനെന്തൊരു ചെറിയൊരു അധികം പ്രായമൊന്നും ആയിട്ടില്ല, എന്തോ ആരോഗ്യം, അവൻ ബോഡി ബിൽഡറും കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ ആളെ പേരും കാര്യങ്ങളൊന്നും പറയില്ല. എനിക്കിപ്പോഴും അവൻ്റെ വീട്ടിൽ പോയി കൺഫേം ചെയ്താൽ എന്നെ ഞാൻ വിശ്വസിക്കുള്ളൂ, ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാം ചെയ്യുമ്പോൾ എല്ലാ മാറ്റങ്ങളും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് തൃശ്ശൂരുമായിട്ട് സാംസ്കാരികമായിട്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ജില്ലയിൽ തന്നെ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളും അതന്നെ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു കോമ്പറ്റീഷൻ മനോഭാവത്തിലെടുത്തുകൊണ്ട് പുലർച്ചെ ആകുമ്പോൾ എല്ലാവരും ഭാഗത്തുനിന്ന് വന്നൊരു ക്രൗഡും ഭയങ്കരമായിട്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾ ഒരു രാത്രി 10 മണി തൊട്ട് പുലർച്ചെ വരെ വർണ്ണാഭമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അങ്ങനെ മാറ്റത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ട് മേളക്കൊഴുപ്പും അതേമാതിരി ഇത് ഇനി ആനകളിലും പ്രോബ്ലമാണ്. ഇത്രയും വലിയ ചൂടിന് ആനകൾ മര്യാദയ്ക്ക് നിൽക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. അതും ഇനി മാറ്റങ്ങൾ അവിടെ ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പടക്കം സാധാരണ ഉണ്ടാക്കുന്ന പെരകളും അത് സ്ട്രോങ് ആയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ നന്നായി പോയി കഴിഞ്ഞാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാവുന്നു ദുഃഖത്തോടു കൂടി പറയുന്നു. നന്ദി, നമസ്കാരം.